വെൽക്കം ടു ലൈഫ്ലൈൻ ടി വി. ഇന്ന് ഞാൻ ഗ്ലോബൽ സ്കോളർ സീരീസിനെ കുറിച്ച് 9 പുസ്തകങ്ങളുടെ സീരീസാണ്. ഞാൻ ഏതാണ്ട് 4 വർഷത്തോളം ഇതിനു വേണ്ടി മാത്രം ഫൈൻഡ് ചെയ്ത് പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ പലരുടെയും കയ്യിൽ കാണും, ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ആദ്യം നമ്മൾ ഇതിനകത്ത് ഈ 9 പുസ്തകങ്ങൾ, ഇത് കുട്ടികളെ ഉദ്ദേശിച്ചാണെങ്കിലും പേരൻസാണ് ഇത് വായിക്കേണ്ടത്, ടീച്ചേഴ്സാണ് ഇത് വായിക്കേണ്ടത്, ട്രെയിനേഴ്സാണ് ഇത് വായിക്കേണ്ടത്. ഇത് ഈ 9 കാര്യങ്ങളും ആ കുട്ടികളുടെ കാര്യത്തിലുള്ളത് മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനും അധ്യാപകർക്ക് കുട്ടികളെ മെൻറ്റർ ചെയ്യാനും പേരൻസിന് ഇത് കുട്ടികൾക്ക് എന്നും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അതിവേഗ വായന, ശരിക്കും പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് എനിക്ക് വലിയ പുസ്തകം വായിച്ചു തീർക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് തീർക്കാനായിട്ട് പറ്റുന്നത് ഇതിനകത്ത് ഒരുപാട് കഥകളും ചെയ്യേണ്ട രീതികളും വളരെ സ്പീഡിൽ എങ്ങനെയാണ് വായിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലേക്ക് അറിവുകൾ നമുക്ക് കയറ്റിവിടാൻ പറ്റുന്ന രീതികളാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ഒരു കൊച്ചു ടെക്നിക്കലാണ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ ആർക്കും ഇങ്ങനെ ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, നമ്മുടെ കുട്ടികളെ ഓർത്തിരിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട്. അതുപോലെ തന്നെ സമഗ്ര വ്യക്തിത്വം ഞാൻ വളരെ റിസർച്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള വ്യക്തിത്വം വളർത്താനായിട്ട് പേരൻസിനും ഇത് ഉപകരിക്കും, ടീച്ചേഴ്സിനും ഉപകരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകരിക്കും. ഇതെനിക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ടൊരു 1 ഡേ വർക്ക്ഷോപ്പൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ട്രെയിനേഴ്സിനൊക്കെ പറ്റണം. ആ രീതിയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് പാരൻറ്റിങ്. അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ വിവിധ മേഖലയുണ്ട്. ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഉണ്ട്, സബ്മറൈൻ പാരൻറ്റിങ് ഉണ്ട്, ഓതൻറ്റിക് പാരൻറ്റിങ് ഉണ്ട്, അതോറിറ്റേറ്റീവ് പേരൻസ് ഉണ്ട്, കുട്ടികളെ അസുഖത്തിലാക്കുന്ന പാരൻറ്റിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിന് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു കളക്ടറാകാനോ ചീഫ് സെക്രട്ടറി ആകാനോ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകാനോ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ ബില്യണിയർ ആക്കാനോ ഇല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ എത്തിക്കാനായിട്ടുള്ള ഇൻപുട്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും പാരൻറ്റിങ്ങിനകത്തോടെ. അതുപോലെ തന്നെ കുട്ടികളുടെ അഭിരുചി കണ്ടെത്താനായിട്ട് ഏത് മേഖലയിലാണ്, ടാലൻസ് എങ്ങനെയാണ്, പാഷൻ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള പഠന രീതികളെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കരിയർ പ്ലാനിങ്. ഇനിയിപ്പോൾ ഏത് തൊഴിലിലേക്ക് പോകണം. അപ്പോൾ ഈ ചില തൊഴിലുകൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും, നമുക്ക് ടാലൻറ്റും സാധ്യതയൊക്കെ ഉള്ള അതിലേക്ക് പോകാനായിട്ട് ആൾക്കാർ കൂടുതൽ പറയുന്നതിലേക്കല്ല ഈസിയായിട്ട് അങ്ങനെ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്സ് ഇന്ന് ഗ്ലോബലി ഉള്ള ഇറ്റലിയിലാണെങ്കിലും US-ലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് മാർക്ക് കൂടിയവർക്ക് വേണ്ടിയല്ല. അവർക്കും അറിയാം, സ്കോളർഷിപ്പ് കൊടുക്കുന്ന എൻഡോമെൻസിനും അറിയാം മാർക്ക് കൂടിയവരെന്നും ഇൻഡസ്ട്രിയുടെ ഭാഗമാകുന്നു. സമൂഹത്തിന് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സ്കോളർഷിപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെളിച്ചം നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് 20 വയസ്സായാലും 24 വയസ്സായാലും ഒരു ലോക രീതിയിലുള്ള സ്കോളർഷിപ്പ് വാങ്ങാനായിട്ടുള്ള രീതി ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ പഠനത്തിന് ശേഷമുള്ളത് ടൈം മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ഒരു വർഷം ഒരു നമ്പർ കിട്ടുന്ന അതേ 5000-10,000 പേർക്ക് ഒരു ഒറ്റ മാർക്കിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഉപകാരപ്പെടാവുന്നതാണ്. പേരൻസ് ഇത് പഠിച്ചിട്ട് അവർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ 9 പുസ്തകം കഴിഞ്ഞാൽ പിന്നെ വേറൊരു അഡീഷണലായിട്ട് ഇത് പാക്കിലാണ് കിട്ടുന്നത്. 9 പുസ്തകം ഒറ്റ പാക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ ലൈഫ്ലൈൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകം അവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കൊടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ മനഃശക്തി എന്ന് പറയുന്ന പുസ്തകം കൂടെ വേണമെങ്കിൽ അഡീഷണലായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വളരെ ധാരാളമുണ്ട്. വളരെ ബ്രീഫായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 9 10 പുസ്തകം വേണമെങ്കിലും വായിക്കാം, ഇല്ല 9 പുസ്തകം മാത്രമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ പേരൻസിന്, ടീച്ചേഴ്സിന്, ട്രെയിനേഴ്സിന്, അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കഥകളും ഓരോ 5 പേജിൽ ഓരോ കഥകളും കോട്ട്സും എല്ലാം വളരെ ഒരു വലിയ ടീമിനെ തന്നെ ഉപയോഗിച്ചാണ് ഇത് കറക്റ്റായിട്ട് കണ്ടെടുക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്, റിസർച്ച് ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയത്, ഇത് റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയട്ടെ. ഇതിൻ്റെ പ്രയോജനം നിങ്ങളുടെ കുട്ടികളിലേക്ക്, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.